അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വഅലിന്റെ സദസ്സിലിരുന്ന് ദുആ ചെയ്ത് പിരിയുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓതാ മനസ്സുണ്ടെങ്കിൽ ഓത്. അള്ളാഹു ആ ഖുർആനിലെ ആ സൂറത്ത് ഓതുന്ന മനുഷ്യന്റെ 50 കൊല്ലത്തെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 50 കൊല്ലം ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും പൊറുക്കണ ഒരു സൂറത്ത് ഓതി ദുആ ചെയ്തിട്ട് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത്, പ്രവാചകന്റെ ജീവിതം ഒരിക്കലും ഒരു മനുഷ്യന് പറഞ്ഞു തീർക്കുവാനോ എഴുതി തീർക്കാനോ കഴിയില്ല. ഒരാളെ കൊണ്ടും അള്ളാഹുവിന്റെ പ്രവാചകനോട് ഒരു അല്പമെങ്കിലും മഹബത്തുള്ള ഒരു മനുഷ്യന് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം വഫാത്തൊക്കെ ഒരാളെ കൊണ്ടും പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഏറിട്ട് പെട്ടെന്ന് അല്പം 1 മണിക്കൂറേ ഉള്ളത് കൊണ്ട് ഞാൻ വഫാത്തിലേക്ക് കിടക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് പ്രവാചകൻ മടങ്ങി വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് സൗണ്ട് വല്ലതും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ, മഴയൊക്കെ ആയതുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു മനുഷ്യൻ, ഒരു പ്രവാചകന് അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്ക് പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം എത്ര പറഞ്ഞാലും തീരില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനവും പ്രവാചകന്റെ വഫാത്തും എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ശൈതാന് കടന്നു വന്നു. എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ശൈതാന് കടന്നു ചെന്നിട്ടുണ്ട്. ആദം നബിയുടെ മുന്നിൽ പോയി, നൂഹ് നബിയുടെ മുന്നിൽ പോയി, മൂസാ നബിയുടെ മുന്നിൽ പോയി, ഇബ്രാഹിം നബിയുടെ മുന്നിൽ പോയി. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരുടെ മുന്നിലേക്കും ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ശൈതാന് കടന്നു ചെന്നു. അങ്ങനെ അവസാനം അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ശപിക്കപ്പെട്ട ശൈതാന് കടന്നു വന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എടാ ശഅബ്, എടാ ശപിക്കപ്പെട്ടവനെ, എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ. ഓരോ മനുഷ്യനെ കൊണ്ട് നീ തെറ്റ് ചെയ്യിപ്പിക്കുമ്പോഴും, ഓരോ മനുഷ്യനെ നീ വഴിപിഴപ്പിക്കുമ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്. എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണ്. നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കരഞ്ഞു പോയിട്ടുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിക്കപ്പെട്ട ശൈത്താനോട് ചോദിച്ചു, നീ നിന്റെ ആയുസ്സിൽ, നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശപിക്കപ്പെട്ട ശൈത്താൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ ജീവിതത്തിൽ ഞാനും 4 അവസരങ്ങളിൽ കരഞ്ഞു പോയിട്ടുണ്ട് നബിയേ. എനിക്ക് താങ്ങാൻ കഴിയാത്ത ദുഃഖമുണ്ടായ 4 അവസരമുണ്ടെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ലഅനത്താക്കപ്പെട്ട ശൈത്താൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും കൂടുതൽ കരഞ്ഞു പോയത്? ആ 4 അവസരങ്ങൾ ഏതാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കാണെങ്കിൽ ഇരുന്ന് വാത് പറയാനും അറിയില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും കൂടുതൽ നീ കരഞ്ഞു പോയ 4 അവസരങ്ങൾ ഏതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്,
എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞു പോയ ഒന്നാമത്തെ അവസരമേതെന്നറിയുമോ? ശൈത്താന് വല്ലാതെ കരഞ്ഞു പോയ ഒന്നാമത്തെ അവസരമേതെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയാണ്. ആദം നബിയെ സൃഷ്ടിച്ചിട്ട് ആദം നബിക്ക് എല്ലാ അറിവുകളും പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ അറിവുകളും പറഞ്ഞു കൊടുത്തിട്ട് ആദം നബി അലൈഹിസ്സലാമിനെ മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അല്ലാഹു പറയുന്നു, മലക്കുകളെ ഇസ്ജുദൂ ലി ആദമ. എല്ലാവരും ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ ആദം നബിയുടെ മുന്നിൽ എല്ലാവരും സുജൂദ് ചെയ്യാൻ അല്ലാഹു പറയുമ്പോ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്യുകയാണ്. സർവ്വ മലക്കുകളും സുജൂദ് ചെയ്യുകയാണ്. പക്ഷേ മലക്കുകളുടെ ഉസ്താദായ അസാസീലുണ്ടല്ലോ, മലക്കുകളുടെ ഉസ്താദായിരുന്ന അസാസീൽ അവൻ അല്ലാഹുവോട് പറയുന്നു, ഞാൻ സുജൂദ് ചെയ്യില്ല പടച്ചവനെ, ആദമിന് ഞാൻ സുജൂദ് ചെയ്യില്ല പടച്ചവനെ. കാരണം ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. അതുകൊണ്ട് പടച്ചവനെ ആദമിനെക്കാൾ മഹത്വമുള്ളവന് ഞാനാണ്, ഞാൻ ആദമിന് സുജൂദ് ചെയ്യില്ലെന്ന് പടച്ചവനോട് അതാ മലക്കുകളുടെ ഉസ്താദായ അസാസീൽ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിനോട് ശപിക്കപ്പെട്ട ശൈത്താൻ പറയുന്നു, നബിയേ, അല്ലാഹു ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജൂദ് ചെയ്യാതെ ഇരുന്നപ്പോ അല്ലാഹു എന്നെ ശപിച്ചു നബിയേ, അല്ലാഹു എന്നെ ശപിച്ചു നബിയേ. അല്ലാഹു എന്നെ ശപിക്കുന്ന സമയത്ത്, എടാ ശപിക്കപ്പെട്ടവന് എന്ന് പടച്ചവന് പറഞ്ഞ സമയത്ത് ഞാൻ വല്ലാതെ കരഞ്ഞു പോയി നബിയേ. എന്റെ ജീവിതത്തിൽ കരഞ്ഞു പോയ ഒന്നാമത്തെ അവസരമാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ശൈത്താൻ പറയുന്നു, യാ റസൂലല്ലാഹ്, രണ്ടാമത്തെ സമയമേതെന്നറിയുമോ? രണ്ടാമത്തെ സമയമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു എന്നെ പുറത്തേക്ക് ഇറക്കി വിടുമ്പോ ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാതെ അഹങ്കാരം കാണിച്ചതിന്റെ പേരിൽ പടച്ച റബ്ബ് ശൈത്താനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. അതാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് അതാ ശൈത്താൻ വല്ലാതെ കരഞ്ഞു പോവുകയാണ്. തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞു പോയ രണ്ടാമത്തെ അവസരം അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴാണ്. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ശൈത്താൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞു പോയ മൂന്നാമത്തെ അവസരം ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, ആ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ്. എല്ലാ കുഞ്ഞുങ്ങളും മദ്രസയിൽ പഠിക്കാൻ തുടങ്ങുമ്പോ ഫാത്തിഹ ഓതിയിട്ടാണല്ലോ അവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ശപിക്കപ്പെട്ടവന് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞുപോയ 4 അവസരങ്ങളിൽ മൂന്നാമത്തെ അവസരം ഏതെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോ ഞാൻ വല്ലാതെ കരഞ്ഞു പോയി നബിയേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞു പോയ 4ാമത്തെ സമയമേതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞു പോയ 4ാമത്തെ അവസരം അങ്ങ് ജനിച്ചപ്പോഴാ നബിയേ, അങ്ങ് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോഴാ നബിയേ. എങ്ങനെ കരയാതിരിക്കും എന്റെ പ്രിയമുള്ളവരെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കുഞ്ഞു കടന്നു വരുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയം
എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടാ കടന്നു വരുന്നത്. കരയാറുള്ള കാരണം എന്താണ്? ശപിക്കപ്പെട്ട സൈത്താൻ ആ കുഞ്ഞിനെ നുള്ളി നോവിക്കുകയാ. ആ ചോറ് കുഞ്ഞ് കരയുന്നത് കണ്ടിട്ട് സൈത്താൻ വല്ലാതെ ചിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോ കരഞ്ഞത് അല്ലാഹുവിന്റെ റസൂലല്ല, കരഞ്ഞു പോയത് ശപിക്കപ്പെട്ട സൈത്താനാണ്. എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്ന സമയത്ത് കരയും. അവരുടെ കരച്ചിൽ കണ്ടിട്ട് ലഅനത്താക്കപ്പെട്ട സൈത്താൻ ചിരിക്കാറാണ് പതിവ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ കരഞ്ഞു പോയത് സൈത്താനാണ്, കരഞ്ഞു പോയത് സൈത്താനാണ്. കാരണം എന്തെന്നറിയുമോ? ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞുമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നത് ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ്, ഇടത് ചെവിയിൽ കാബത്ത് കൊടുക്കുകയാണ്. ഒരു കുഞ്ഞിന്റെ ചെവിയിൽ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവനെന്ന വാക്കാട് പറഞ്ഞു കൊടുക്കുന്നത്. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിൽ ആരും ബാങ്ക് വിളിച്ചില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇടത് ചെവിയിൽ ആരും ഇഖാമത്ത് കൊടുത്തില്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കണ്ട, ഇഖാമത്ത് കൊടുക്കണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. ഏത് വാചകമാ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ. രണ്ട് പെരുന്നാളിന് നമ്മൾ പറയുന്ന ഒരു ദിക്റുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുമ്പോ പ്രവാചകൻ തന്നെ നിന്റെ നാവ് കൊണ്ട് പറയുകയാണ് അല്ലാഹു അക്ബർ കബീറാ, അല്ലാഹുവാണ് വലിയവന്, അല്ലാഹുവാണ് വലിയവന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഇത് പറയുന്നത് കേട്ടിട്ട് സൈത്താൻ വല്ലാതെ കരയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനം അത് വല്ലാത്ത അത്ഭുതമുള്ള ജനനമായിരുന്നല്ലോ. ഒരുപാട് ചരിത്രങ്ങൾ മദ്രസയിലെ 2ാം ക്ലാസ് മുതൽ പഠിക്കുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ ഓതി കൊടുക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ فسبح بحمد ربك واستغفره إنه كان توابا. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്ന് ആദ്യമായിട്ട് അറിയിച്ചുകൊണ്ട് ഇറങ്ങി വന്ന സൂറത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ജിബ്രീൽ വന്നിട്ട് ഓതി കൊടുക്കുകയാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. ഈ സൂറത്ത് ഇറങ്ങുമ്പോൾ പ്രവാചകന്റെ മുഖമതാ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് താരൂപത്തിലൂടെ കണ്ണുനീര് താരേക്കൊഴുകുകയാണ്. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ദീനിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് പറയുന്നു നബിയേ, അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയമുള്ളവരെ അവിടെന്ന് പറയുന്നു നബിയേ, അല്ലാഹുവിലേക്ക് അടുക്ക് നബിയേ, അല്ലാഹുവിലേക്ക് അടുക്ക് നബിയേ. അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ പോകാൻ സമയമായി നബിയേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയാ സമയമായി നബിയേ. അതുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങാറ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ, പാതിരാത്രി വെള്ളിയാഴ്ച രാവിലെ വേലകൾക്കാർ ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നാമതായി നമുക്ക് പറഞ്ഞു തന്ന വസിയ്യത്ത് ഏതെന്നറിയുമോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ആരെല്ലാം ജനിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടവരാണ്. അതുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്, അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പോകേണ്ടവരാണ്. ഈ ദുനിയാവിലെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തിയിട്ട് യാത്രയാകേണ്ടവരാ. അതുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങ ചെറുപ്പക്കാരാ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്ക ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു കവി പറഞ്ഞതുപോലെ എങ്ങനെയാണ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ടതെന്നറിയുമോ? അന്നല്ലദീ വലദത് ഉമ്മുക ബാകിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം സുറൂറാ. ഒരു കവി പറഞ്ഞു തരികയാ, പൊന്നുമോരെ, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ നീ കരഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. നീ ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത്. ആ കരയുന്ന നിന്റെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ ഉമ്മ ചിരിച്ചു പൊന്നുമോര്, നിന്റെ വാപ്പ ചിരിച്ചു പൊന്നുമോര്, നിന്റെ കൂടപ്പിറപ്പ് ചിരിച്ചു പൊന്നുമോര്. നിന്നെ ആരെല്ലാം കണ്ടു, ആ കണ്ടവര് മുഴുവനും നിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ, നീ കരയുന്നത് കണ്ടിട്ട് അവന് പോലും നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരാ. അതുകൊണ്ട് പൊന്നുമോര്, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പകരം വീട്ടടേ. എങ്ങനെയാണ് പകരം വീട്ടേണ്ടത്? വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം സുറൂറാ. 3 കഷ്ടം വെള്ളത്തുടിയില്, 3 കഷ്ടം വെള്ളത്തുണിയില്. പടച്ചവനെ, നീ എല്ലാ ദിവസവും സ്വന്തമായിട്ടാ കുളിക്കുന്നത്. ഒരു ദിവസം നിന്റെ വീട്ടുകാര് കുളിപ്പിക്കുകയാണ്. എന്നിട്ടതാ സുറുമകളിട്ടിട്ട് നിന്റെ ശരീരത്ത് സുഗന്ധങ്ങൾ തേച്ചിട്ട് ഒരിക്കലും ധരിക്കാത്ത 3 കഷ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിന്റെ ഭാഗത്ത്, നിന്റെ വീടിന്റെ ഹാളിനകത്ത് നിന്നെ കട്ടിലിൽ മലർത്തി കിടത്തുന്ന ദിവസമുണ്ടല്ലോ. അന്നെല്ലാവരും നിന്റെ ജനാസയുടെ മുന്നിലിരുന്ന് കരയുമ്പോ എല്ലാവരും കരഞ്ഞുകൊണ്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ ആ കരയുന്നവന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണേ എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ്, മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ നബിയേ, മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മരണത്തിന്റെ രുചി എല്ലാവരും അനുഭവിക്കേണ്ടവരാ. മരണത്തിനൊരു രുചിയുണ്ട്, മരണത്തിനൊരു രുചിയുണ്ട്. ആ രുചി എല്ലാവരും അനുഭവിക്കേണ്ടവരാണെന്നുള്ള പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. അന്ന് വരെ നിസ്കരിച്ചതുപോലെയല്ല,
അന്ന് വരെ നിസ്കരിച്ചതുപോലെയല്ല. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അധികമായിട്ട് നമസ്കരിക്കാൻ തുടങ്ങി. ചരിത്രത്തിൽ കാണാ തന്റെ കാലിന് നീര് കെട്ടുന്ന രീതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന് പാതിരാത്രി നിന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തന്നല്ലോ, അങ്ങ് സ്വർഗത്തിലാണല്ലോ, അങ്ങാണല്ലോ സ്വർഗം തുറക്കുന്നത്, പിന്നെ എന്തിനാ നബിയെ കാല് നീരി വെക്കുന്ന രീതിയിൽ ഈ പാതിരാത്രി നിന്ന് നിസ്കരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, പടച്ചവനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ, പടച്ചവനിലേക്ക് നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അധികമായിട്ട് പറയുകയാ. ഖുർആൻ പറഞ്ഞതാണ്, എന്റെ പ്രിയമുള്ളവരെ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കടേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോ നോക്കിയാലും എന്റെ പ്രിയമുള്ളവരെ ദിക്റുകൾ അസ്തഗ്ഫിറുല്ലാഹ് അധികമായിട്ട് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ റമളാൻ മാസവും പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഒരു പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഓതിച്ച് കേൾപ്പിക്കാറുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം ഒരു റമളാൻ വന്നു. ആ റമളാനിൽ അല്ലാഹുവിന്റെ റസൂൽ 2 പ്രാവശ്യം പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഖത്തം തീർക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഓതി കേൾപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്താറുള്ളത്, നമ്മളും അതുപോലെ ഇബാദത്തുകൾ അധികരിപ്പിക്കട്. എത്രയോ നമസ്കാരം നമ്മൾ കള്ളയാക്കിയവരാ. ഇന്നത്തെ ദിവസം 5 നേരം നിസ്കരിച്ച എത്ര പേരുണ്ടെന്ന് ചോദിച്ചാ, എന്റെ പ്രിയമുള്ളവരെ, ജമാഅത്തായി മുടങ്ങാതെ പള്ളിയിൽ പോയി അവ്വല തക്ബീറോടുകൂടി നിസ്കരിച്ച എത്ര പേരുണ്ടെന്ന് ചോദിച്ചാ, ഞാൻ ഉൾപ്പെടെ എത്ര പേർക്ക് പറയാൻ കഴിയും സഹോദരങ്ങളെ. അതുകൊണ്ട് വഅദ് വെറുതെ കേട്ടാ പോരാ. ഒരു ചെവിയിലൂടെ വഅദ് കേട്ടിട്ട് മറു ചെവിയിലൂടെ കളഞ്ഞാ പോരാ. ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണ്ട്. എത്രയോ ചരിത്രങ്ങൾ കേൾക്കുന്നവരാ. നരകത്തെ കുറിച്ച് കേൾക്കുന്നു, പരലോകത്തെ കുറിച്ച് കേൾക്കുന്നു, മഹ്ശറയെ കുറിച്ച് കേൾക്കുന്നു, മരണത്തെ കുറിച്ച് കേൾക്കുന്നു, ഖബറിനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നവരാണ്. എത്രയോ പ്രഭാഷണങ്ങൾ കേട്ടിട്ടു, എത്രയോ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ടു, വെള്ളിയാഴ്ച പള്ളിയിൽ ഉസ്താദന്മാരുടെ പ്രസംഗം കേട്ടിട്ടു. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാർ, എന്റെ സഹോദരിമാരുടെ മൊബൈൽ എടുത്തു നോക്കിയാ പ്രസംഗമില്ലാത്ത ഒരു മൊബൈൽ കാണാൻ കഴിയുമോ? ആരുടെ മൊബൈൽ എടുത്തു നോക്കിയാലും ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ പ്രസംഗമില്ലാത്ത മൊബൈൽ ഇല്ലല്ലോ. എല്ലാവരും വഅദ് കേൾക്കുന്നവരാ. പക്ഷേ ജീവിതത്തിലൊരു മാറ്റമില്ല. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ആയാ പോരാ. ഒരൊറ്റ ആയത്ത് കേട്ടിട്ട് നന്നായി എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ബസറ പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ ഇറങ്ങി നടക്കുകയാ. അതാ ബസറ പട്ടണത്തിലെ ചെറുപ്പക്കാരൻ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുകയാണ്. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളുടെ പുറകെ ഓടി നടക്കുകയാ. അവസാനം ഈ ചെറുപ്പക്കാരൻ നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് നടന്നു പോവുകയാണ്. ശരീരമെല്ലാം മറച്ചിട്ടൊരു പെണ്ണ് നടന്നു പോവുകയാ. ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ പുറകെ നടന്നു. ഒരുപാട് നടന്നു കഴിഞ്ഞപ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, ചെറുപ്പക്കാരാ, എന്റെ പുറകെ നടന്നിട്ടൊരു പ്രയോജനവുമില്ല, എന്തിനാ എന്റെ പുറകെ നിങ്ങൾ നടക്കുന്നത്? അതാ പെണ്ണ് പിന്നെയും നടക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ പെണ്ണിന്റെ പുറകെ നടക്കുകയാ. അവസാനം നടന്ന് പിന്നെയും പെണ്ണിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുമ്പോ അവസാനം ആ പെണ്ണ് ചോദിക്കുന്നു, ചെറുപ്പക്കാരാ, മരണത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മയില്ലേ? മരിക്കേണ്ടവനല്ലേ? അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകേണ്ടവനല്ലേ? നീ എന്റെ പുറകെ നടന്നിട്ടൊരു പ്രയോജനവുമില്ല. എന്റെ ശരീരം മുഴുവനും മറച്ചു വെച്ചിരിക്കുകയാ. പിന്നെ എന്ത് കണ്ടിട്ടാ നീ എന്റെ പുറകെ നടക്കുന്നത്? ആ സമയത്ത് ആ പെണ്ണിനോട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, പെണ്ണേ,
രണ്ട് കണ്ണുകളുണ്ടല്ലോ, അത് കാണാൻ എന്തഴകാണെന്നറിയുമോ? നിന്റെ കണ്ണ് കണ്ടിട്ടാണ് ഞാൻ നിന്റെ പുറകെ വരുന്നത്. നിന്റെ കണ്ണിന് ഇത്ര സൗന്ദര്യമാണെങ്കിൽ നിന്റെ ശരീരത്തിന് എത്ര സൗന്ദര്യമാകും. പടച്ചവരെ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു തീരേണ്ട താമസമാ പെണ്ണിന്റെ കണ്ണ് നിറയുകയാണ്. പടച്ചവരെ, എന്റെ കണ്ണ് കണ്ടിട്ടാണല്ലോ ഈ ചെറുപ്പക്കാരൻ എന്റെ പുറകെ നടന്നു വരുന്നത്. ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ഇവിടെയും നിൽക്കുമോ? ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് ഇവിടെയും നിൽക്കുമോ? നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം കൊടുത്തു വിടാ. അല്ലാഹുവേ, ചെറുപ്പക്കാരൻ വളരെ പ്രതീക്ഷയോട് പെണ്ണ് കൊടുത്തു വിടുന്ന സമ്മാനം കാത്തുകൊണ്ടിരിക്കുമ്പോ ആ പെണ്ണ് തന്റെ വീട്ടിലേക്ക് നടന്നു ചൊല്ലുകയാ. ആ പെണ്ണ് തന്റെ വീട്ടിലേക്ക് നടന്നു ചൊല്ലുകയാ. എന്നിട്ട് പടച്ചവരെ, വീടിനകത്ത് സുജൂദിൽ കടന്ന് കരയുകയാണ്. പടച്ചവരെ, എന്റെ കണ്ണ് കണ്ടിട്ടാണല്ലോ ഈ ചെറുപ്പക്കാരൻ എന്റെ പുറകെ വന്നത്. അവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചത് എന്റെ കണ്ണാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, വീട്ടിലെ വേലക്കാരിയെ വിളിക്കുകയാണ്. തന്റെ വീട്ടിലെ വേലക്കാരിയെ വിളിച്ചിട്ട് ഒരു കമ്പി എടുത്തിട്ട് രണ്ട് കണ്ണും ഇങ്ങനെ ചൂർന്നെടുക്കുകയോ. ആ ചെറുപ്പക്കാരിയായ പെണ്ണ് രണ്ട് കണ്ണും ഇങ്ങനെ ചൂർന്നെടുത്തിട്ട് പടച്ചവരെ ഒരു തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് അതാ തന്റെ വീട്ടിലെ വേലക്കാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഒരു ചെറുപ്പക്കാരൻ ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്. അവൻ എന്റെ കണ്ണ് കണ്ടിട്ട് എന്റെ പുറകെ വന്നവനാണ്. അതുകൊണ്ട് ഇവന്റെ കയ്യിലേക്ക് ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കുമോ? എന്റെ പ്രിയമുള്ളവരെ, ബസറയിലെ ചെറുപ്പക്കാർ പെണ്ണ് കൊടുത്തു വിടുന്ന സമ്മാനം കാത്തുകൊണ്ടിരിക്കുമ്പോ വീട്ടിലെ ജോലിക്കാരി അതാ ഒരു പൊതി കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു, എന്റെ യജമാനത്തി തന്നതാണ്. ആ ചെറുപ്പക്കാരൻ ആ പൊതിയങ്ങ് തുറന്നു നോക്കേണ്ട സമയം സുബ്ഹാനല്ലാഹ്, രക്തത്തിൽ കുളിച്ചിരിക്കുന്ന രണ്ട് കണ്ണ് കാണുകയോ. ആ പെണ്ണ് പറയുന്നു, എന്റെ യജമാനത്തിയുടെ കണ്ണാ. ഈ കണ്ണ് കണ്ടിട്ടല്ലേ നിങ്ങൾ ആ പെണ്ണിന്റെ പുറകെ നടന്നത്. എന്റെ പ്രിയമുള്ളവരെ, ചെറുപ്പക്കാരൻ വലിച്ചെറിഞ്ഞിട്ടിറങ്ങി ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. കിടന്നിട്ടുറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, ഒരു സമാധാനവുമില്ല. എന്റെ പ്രിയമുള്ളവര്, 3 ദിവസം കഴിഞ്ഞു. അവസാനം ആ ചെറുപ്പക്കാരന്റെ മനസ്സിലൊന്ന് തോന്നിയല്ലാ, ഒന്ന് പൊരുത്തം ചോദിക്കണമല്ലോ, ആ പെണ്ണിനോടൊന്ന് പൊരുത്തം ചോദിക്കണമല്ലോ. അവസാനം സമാധാനമില്ലാതെ ചെറുപ്പക്കാരൻ തന്റെ കുടിലകത്ത് നിന്നിറങ്ങിയിട്ടു ആ സുന്ദരിയായ പെണ്ണിന്റെ വീട്ടിലേക്ക് നടന്നു ചൊല്ലുകയാണ്. ആ പെണ്ണിന്റെ വീട്ടിലേക്ക് നടന്നു ചൊല്ലുമ്പോ അല്ലാഹുവേ, ഒരു ജനാസ കൊണ്ടുപോവുകയാ. ആ വീടിനകത്ത് നിന്നൊരു ജനാസ കൊണ്ടുപോവുകയാണ്. ആ ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ ജനാസയാണ്. അല്ലാഹുവേ, രണ്ട് കണ്ണിങ്ങനെ ചൂർന്ന് കളഞ്ഞിട്ട് കണ്ണിലൂടെ രക്തമൊലിച്ച് അവസാനം ആ പെണ്ണ് മരിച്ചു പോയെന്ന് പഠിപ്പിക്കുമ്പോ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അവസാനം ഹൃദയത്തിനകത്ത് തോന്നിയത് ആ പെണ്ണ് പറഞ്ഞു കൊടുത്ത ഒരേ ഒരു വാക്കാ, മരണത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മയില്ലേ? മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ലേ? പടച്ചവന്റെ മുന്നിൽ പോകേണ്ടവനാണെന്നുള്ള ഓർമ്മയില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ആ പെണ്ണ് പറഞ്ഞ ഒറ്റ ഒരു വാക്ക് കേട്ടിട്ടാ ചെറുപ്പക്കാരൻ നന്നാവുകയോ. തന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടാവുകയാണ്. ആ ബസറയിലെ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ലോക പ്രസിദ്ധനായ ഒരു പണ്ഡിതനാവുകയാണ്. ലോകമറിഞ്ഞ ഒരു പണ്ഡിതനാവുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെയുള്ള ഉസ്താദന്മാര് എല്ലാവരും ആ മഹാൻ എഴുതിയ കിതാബുകൾ വായിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളെ ശല്യം ചെയ്തുകൊണ്ട് നടന്ന ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു. ഹസൻ ബസ്രിയാണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് ആയത്തുകൾ കേൾക്കുന്നവരാ, ഒരുപാട് വഅദ് കേൾക്കുന്നവരാ. പക്ഷേ ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയുന്നതല്ലാതെ ആരുടെ ഹൃദയത്തിനകത്തേക്കും അതിറങ്ങുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാ, മരണത്തിന് വേണ്ടി തയ്യാറെടുത്തു. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, ഏത് സമയത്താണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഇബാദത്തുകൾ അധികരിപ്പിച്ചു. അസ്തഗ്ഫിറുല്ലാഹ് അധികമായിട്ട് പറയുകയാണ്, ഖുർആൻ അധികമായിട്ട് ഓതുകയാണ്. എന്നിട്ടൊരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന ബിലാൽ, കറുത്തവനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, ബിലാലേ,
ഞാൻ ഹജ്ജിന് പോവുകയാ ബിലാലേ, ഞാൻ ഹജ്ജിന് പോകുകയാ ബിലാലേ. ആരെങ്കിലും എന്റെ കൂടെ ഹജ്ജിന് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തയ്യാറെടുക്കാൻ വിളിച്ചു പറ ബിലാൽ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങൾ മുഴുവനും ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഹജ്ജിന് പോവുകയാ. ആരെങ്കിലും പ്രവാചകന്റെ കൂടെ ഹജ്ജിന് പോകുന്നെങ്കിൽ തയ്യാറെടുക്കാൻ ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പ്രവാചകൻ അന്ന് 9 ഭാര്യമാരുണ്ട്. അള്ളാന്റെ റസൂലിന്റെ 9 ഭാര്യമാരെന്ന് ജീവിച്ചിരിപ്പുണ്ട്. അള്ളാന്റെ റസൂൽ തന്റെ ഭാര്യമാരോട് പറഞ്ഞു, എല്ലാവരും തയ്യാറെടുത്തോ, എല്ലാവരും തയ്യാറെടുത്തോ, ഞാൻ ഹജ്ജിന് പോകുകയാണ്, ഞാൻ ഹജ്ജിന് പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന രണ്ടാമത്തെ ഉപദേശം, എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോ നിന്റെ ഭാര്യയും നിന്റെ കുടുംബത്തെയും കൊണ്ടുപോകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്കല്ല പോകേണ്ടത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 ഭാര്യമാര് ജീവിച്ചിരുന്നു. 9 പേരോടും പറഞ്ഞു തയ്യാറെടുത്തോളാൻ. 9 പേരോടും പറഞ്ഞു തയ്യാറെടുക്കാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 9 പേരും തയ്യാറെടുക്കുകയാ. 9 പേരും തയ്യാറെടുത്തു. അള്ളാന്റെ റസൂല് ഉംറയ്ക്ക് അള്ളാന്റെ റസൂല് ഹജ്ജിന് പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, 11 ദിവസത്തോളം യാത്ര ചെയ്തു അതാ മക്കയിലെത്തി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഹജ്ജിന് വേണ്ടി മക്കയിലെത്തി കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബാ, അമലുകൾ മുഴുവനും എല്ലാവരും നല്ലതുപോലെ നോക്കി പഠിക്കടേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയ സഹാബിയാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഹജ്ജിന്റെ അമലുകൾ മുഴുവനും സഹാബത്തിനോട് പറയുകയാണ്, എല്ലാവരും നല്ലതുപോലെ നോക്കി പഠിക്കടേ. അടുത്ത വർഷം ഇത് പറഞ്ഞു തരാൻ ഞാനുണ്ടാകണമെന്നില്ല സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു, ഉമറേ, എന്തിനാ നീ കരയുന്നത്? എന്നെ വല്ലാതെ നോക്കുന്നല്ല ഉമറേ. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ വഫാത്ത് അടുത്തോ നബിയേ? അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് എടുത്തു എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയ സഹാബി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ പുഞ്ചിരിക്കുകയാണ്. ഒരു മറുപടിയും പറഞ്ഞില്ല. അള്ളാന്റെ റസൂൽ എല്ലാ അമലുകളും ഇങ്ങനെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാ അമലുകളും അള്ളാന്റെ റസൂൽ തന്റെ അനുജനന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാ. അവസാനം എന്റെ പ്രിയമുള്ളവരെ, അറഫ മൈതാനയിൽ അള്ളാന്റെ റസൂൽ ഒരുമിച്ച് കൂടുകയാണ്. അറഫയിൽ ലക്ഷക്കണക്കിന് സഹാബാക്കൾ മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ അള്ളാന്റെ റസൂൽ അവിടെ ഇരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീനാ. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതി കൊടുക്കുകയാ. ഇന്നത്തോടെ ദീൻ പൂർണ്ണമായിരിക്കുകയാണ്. പരിശുദ്ധമായ ദീൻ ഇന്ന് പൂർണ്ണമായിരിക്കുകയാ. സഹാബാക്കൾ മുഴുവനും സന്തോഷം കൊണ്ട് അവിടെ കിടന്ന് തുള്ളിച്ചാടുകയാണ്. എന്റെ പ്രിയമുള്ളവര്, ആ സമയത്ത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒറ്റയ്ക്കിരുന്ന് കരയുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല
തആല ചോദിച്ചു, എന്തേ കരയുന്നത്, എന്തേ അബൂബക്കറെ കരയുന്നത്? അവിടുന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് അടുത്തിരിക്കുകയാ. ഇസ്ലാം പരിപൂർണമായ ഇനിയും ഒരു പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദൗത്യം പൂർത്തിയായിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് കടന്നു വന്നു. ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫർ മാസം കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ ഉഹദിന്റെ രണാകടത്തിലേക്ക് കടന്നു പോവുകയാണ്. അതാ ഉഹദ് യുദ്ധത്തിൽ ശഹീദായ സഹാബത്തിനെ ഖബറടക്കി അതാ ഖബർസ്ഥാനിലേക്ക് കടന്നു ചൊല്ലുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പോയിട്ട് എല്ലാവരോടും യാത്ര പറയുകയാണ്. ജീവിച്ചിരിക്കുന്നവരോട് യാത്ര പറയുന്നത് പോലെ എന്റെ പ്രിയമുള്ളവരെ, ഉഹദ് യുദ്ധത്തിലെ ശഹീദായ സഹാബത്തിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓരോ ഖബറിന്റെ ചാരത്ത് ചെന്ന് സലാം പറയുകയാണ്. എല്ലാവരോടും യാത്ര പറയുകയാ. എന്നിട്ട് പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. സഫർ മാസം അവസാനമെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നു ചൊല്ലുകയാണ്. ഒരുപാട് കുടുംബക്കാരുണ്ടല്ലോ, ഒരുപാട് കൂട്ടുകാർ അവിടെ കിടപ്പുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നു ചെന്നിട്ട് എല്ലാവരോടും അതാ സലാം പറയുകയോ, തന്റെ കുടുംബക്കാരോട് മുഴുവനും യാത്ര പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു എന്റെ പ്രിയമുള്ളവരെ, തന്റെ പ്രവാചകന്റെ ഭാര്യമാരിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞവൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോ. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത സ്നേഹമാണ്. ആയിഷ ബീവിക്ക് നബിയോട് വല്ലാത്ത സ്നേഹമാ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു ചൊല്ലുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ട് കൈയും ഇങ്ങനെ തലയിൽ വെച്ചിട്ട് പറയുന്നു, നബിയേ, വല്ലാത്ത തലവേദനയാ നബിയേ, വല്ലാത്ത തലവേദനയാ നബിയേ. എന്റെ തലവേദന വേദന കാരണം എന്റെ തല പൊട്ടിയിട്ട് ഞാൻ മരിച്ചു പോകുമോ എന്ന് തോന്നുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ, നീ എങ്ങാണം മരിച്ചു പോയാ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും ആയിഷ. എന്റെ കൈ കൊണ്ട് തന്നെ നിനക്ക് ഞാൻ ഖബർ കൊടുക്കും ആയിഷ. നിന്റെ മയ്യത്ത് ഞാൻ പൊതിയും ആയിഷ. എന്റെ കൈ കൊണ്ട് നിന്റെ മയ്യത്ത് ഞാൻ ഖബറിനകത്തേക്ക് ഇറക്കി വെക്കുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോ ആയിഷ ബീവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അത്ര പെട്ടെന്നൊന്നും ഞാൻ മരിക്കില്ല നബിയേ. ഞാൻ മരിച്ചാ മറ്റുള്ള ഭാര്യമാരുടെ കൂടെ പോയി കഴിയാനല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിക്കുകയാണ്. വൈകുന്നേര സമയമായി, വൈകുന്നേര സമയമായി. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, ആയിഷ, തലയ്ക്കകത്ത് വല്ലാത്ത വേദന ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ തല ഇങ്ങനെ തടകി കൊടുക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, ഞാനെങ്ങാണമങ്ങ് മരിച്ചു പോയാല്, ഞാനെങ്ങാണമങ്ങ് മരിച്ചു പോയാ നീ എന്തു ചെയ്യും ആയിഷ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ വായിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ വായ ഇങ്ങനെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, അങ്ങനെ പറയല്ലേ നബിയേ, അങ്ങനെ പറയല്ലേ നബിയേ. അങ്ങ് പോയാ പിന്നെ ആയിഷയില്ല നബിയേ. ആയിഷയുടെ മനസ്സറിയാൻ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചതാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹുവിന്റെ റസൂലിന് പനി പിടിക്കുകയാ. ശരീരം മുഴുവനും വല്ലാത്ത വേദനയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന് ഷഹീദിന്റെ കൂലിയാണ്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന് ഷഹീദിന്റെ കൂലി കിട്ടാനുള്ള കാരണം എന്താ? ഒരു യുദ്ധത്തിന് വേണ്ടി കടന്നു ചെല്ലുമ്പോ ഒരു യഹൂദിയായ പെണ്ണുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന് ഭക്ഷണം കൊണ്ടുവരികയാണ്. പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആടിന്റെ കുറുകിലെ എല്ലാട്. അതാ ആടിന്റെ കുറുകിന്റെ ഭാഗത്തുള്ള മാംസം അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ഇഷ്ടമോ. ആ യഹൂദിയായ
പെണ്ണുണ്ടല്ലോ വിശത്തിനകത്ത് ഇറച്ചി മുക്കിയിട്ട് പൊരിക്കുകയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂലിനും സഹാബത്തിനും ഭക്ഷണം കൊണ്ട് വെച്ച് കൊടുത്തു. അള്ളാന്റെ റസൂല് ഭക്ഷണം എടുത്ത് കഴിച്ചു. എന്നിട്ട് പറയുന്നു, സഹാബ ആരും കഴിക്കല്ലേ, ഇതിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ട് സഹാബ. പ്രവാചകന്റെ ശരീരത്തിനകത്ത് അതിന്റെ അംശങ്ങൾ പ്രവാചകന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനതാ രോഗം പിടിക്കുകയാണ്. അള്ളാന്റെ റസൂലിന് രോഗം പിടിച്ചു. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം ഇങ്ങനെ കൂടുകയാണ്. അള്ളാന്റെ റസൂല് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാ. ആ സമയത്ത് ഒരു ദിവസം മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അതാ ബാങ്ക് വിളിച്ചിട്ട് എല്ലാ ദിവസവും അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നമസ്കാരത്തിന് സമയമായി നബിയേ. എല്ലാ ദിവസവും പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ ചെന്ന് പറയുമായിരുന്നു, അതാ ബാങ്ക് വിളിച്ചിട്ട് ഇഖാമത്ത് കൊടുക്കാൻ സമയമായി. അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ മുന്നിൽ ചെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ആയിഷ, ബിലാലിനെ ഒന്നകത്തേക്ക് വിളിക്കുമോ, ബിലാലിനെ ഒന്നകത്തേക്ക് വിളിക്കുമോ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെന്നപ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ബിലാൽ, എനിക്ക് സുഖമില്ല ബിലാൽ, എനിക്ക് എഴുന്നേക്കാൻ കഴിയില്ല ബിലാൽ, എനിക്ക് നടക്കാൻ കഴിയില്ല ബിലാൽ, പള്ളിയിലേക്ക് നടക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറയണേ ബിലാൽ. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് നിസ്കരിക്കാൻ വരില്ലെന്ന് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവരോട് ഇമാമത്ത് നിൽക്കാൻ പറയേണ്ട താമസം ബിലാൽ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. സഹാബത്ത് മുഴുവനും പള്ളിക്കകത്തിരിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി വരികയാ. വല്ലാത്ത കരച്ചിലാണ്. സഹാബത്ത് ചോദിച്ചു, എന്തിനാ ബിലാലെ കരയുന്നത്? അവിടുന്ന് പറയുന്നു, സഹാബ, അള്ളാന്റെ റസൂലിന് വരില്ല സഹാബ, അള്ളാന്റെ റസൂലിന് എഴുന്നേക്കാ കഴിയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഇമാമത്ത് നിൽക്കാ പറഞ്ഞു എന്ന് പറയേണ്ട താമസം എന്റെ പ്രിയമുള്ളവരെ, മസ്ജിദ് നബവിക്കകത്തിരുന്നൊരു വിളിച്ചുകൂവൽ കേൾക്കുകയാണ്. സഹാബത്ത് മുഴുവനും പൊട്ടിക്കരയുകയാ. ആ കരച്ചലിന്റെ ശബ്ദം കേട്ടിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ, എന്തേ ആയിഷ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ ആയിഷ? അള്ളാന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, അങ്ങ് നമസ്കരിക്കാ പോകില്ലെന്ന് പറഞ്ഞപ്പോ അതിന്റെ വേദന കൊണ്ട് സഹാബത്ത് കരയുന്ന ശബ്ദമാ നബിയേ. അള്ളാന്റെ റസൂലുണ്ടല്ലോ രണ്ട് കൈയും ഉയർത്തുകയാണ്. പടച്ചവന്റെ മുന്നിലേക്ക് രണ്ട് കൈയും ഉയർത്തിയിട്ട് അള്ളാന്റെ റസൂല് ദുആ ചെയ്യുന്നു, അല്ലാ, എനിക്ക് അല്പം ആഫിയത്ത് തരുമോ പടച്ചവരോ? ഒന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കാറുള്ള ആഫിയത്ത് തരുമോ അല്ലാ? അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തു. എന്നിട്ട് അള്ളാന്റെ റസൂല് എഴുന്നേൽക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അതുപോലെ മറ്റൊരു സഹാബി അല്ലാഹുവിന്റെ റസൂല് വിളിക്കുകയാണ്. രണ്ടുപേരെ അടുത്തേക്ക് വിളിച്ചിട്ടു അള്ളാന്റെ റസൂല് രണ്ട് സഹാബത്തിന്റെ തോളിലേക്ക് കൈയെടുത്ത് വെക്കുകയാ. എന്നിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. നടക്കാൻ കഴിയുന്നില്ല. കാല് രണ്ടും തറയിൽ കിടന്ന് ഇടയുകയാണ്. രണ്ട് കാലും ഇഴച്ചുകൊണ്ടാണ് അള്ളാന്റെ റസൂല് പള്ളിയിലേക്ക് പോകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നു. സഹാബത്ത് മുഴുവനും കരച്ചില് നിർത്തി. അള്ളാന്റെ റസൂല് മിഹ്റാബിനകത്തിരുന്നിട്ട് അവിടെ നിന്നൊരു പ്രസംഗം നടത്തുകയാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനോട് പറയുകയാണ്. ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. എന്നിട്ട് പറയുന്നു, സഹാബാ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്,
മൗത്ത്. എല്ലാവരും മരിക്കും സഹാബ, എല്ലാവരും മരിക്കും സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകനതാ തന്റെ മരണമെടുത്തു എന്ന് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. സഹാബാക്കളിൽ പലരും മസ്ജിദ് നബവിക്കകത്തിരുന്ന് കരയുകയാണ്. ഉസ്മാൻ തങ്ങളുടെ താടിരോമം നിറഞ്ഞിട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. അബൂബക്കർ തങ്ങൾ കരയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ പള്ളിക്കകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, സഹാബാ നിങ്ങളുടെ കൂടെ ഞാൻ ജീവിച്ചല്ലോ, 23 വർഷക്കാലം നിങ്ങളുടെ ഇടയിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ സഹാബാ. അല്ലാഹുവിന്റെ റസൂല് പൊരുത്തം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ മസ്ജിദ് നബവിക്കകത്തിരിക്കുന്ന സഹാബത്തിനോട് അവിടുന്ന് പറയുന്നു, സഹാബ ആർക്കെങ്കിലും എന്നോട് പകരം ചോദിക്കാറുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ആരാ അള്ളാന്റെ റസൂലിനോട് പകരം ചോദിക്കുന്നത്? രണ്ടാമതും അള്ളാന്റെ റസൂല് ചോദിക്കൂ, ആരും പേടിക്കണ്ട, എന്നോട് ആർക്കെങ്കിലും പകരം വീട്ടാനുണ്ടെങ്കിലും പകരം വീട്ടിയോ. ആ സമയത്തും എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. മൂന്നാമതും അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഒരു സഹാബി എഴുന്നേൽക്കുകയാ, ഒരു സഹാബി എഴുന്നേൽക്കുകയാ. അവിടുന്ന് പറയുന്നു, നബിയേ എനിക്ക് പ്രതികാരം ചെയ്യണം നബിയേ, എനിക്ക് പ്രതികാരം ചെയ്യണം നബിയേ. പറഞ്ഞു തീരണ്ട താമസം സഹാബത്ത് ചാടി എഴുന്നേൽക്കുകയാ. കാരണം അല്ലാഹുവിന്റെ റസൂലിനോട് പകരം ചോദിക്കുന്നത് ഒരു മുസ്ലിമായ സഹാബിയാ, കാഫിറല്ല. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും അത്ഭുതത്തോട് ആ സഹാബിയോട് ചോദിക്കുന്നു, എന്തേ നീ ചോദിക്കുന്നത്? അള്ളാന്റെ റസൂലിനോട് പകരം വീട്ടുകയോ, അള്ളാന്റെ റസൂലിനോട് പകരം വീട്ടുകയോ? സഹാബാക്കൾ മുഴുവനും അതാ ചാടി എഴുന്നേൽക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, എല്ലാവരും ഇരിക്കാൻ, ഒരു മനുഷ്യനും മനങ്ങി പോകരുത്. അള്ളാന്റെ റസൂല് ചോദിച്ചു, നിനക്ക് എന്തേ പകരം വീട്ടേണ്ടത്? ആ സമയത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, ഉഹദ് യുദ്ധത്തിന് വേണ്ടി സഹാബാക്കള്, ഉഹദ് യുദ്ധത്തിന് വേണ്ടി സഹാബാക്കള് എല്ലാവരെയും അങ്ങ് നിരത്തി നിർത്തുമ്പോ അങ്ങയുടെ കയ്യിലിരുന്ന ഒരു കുന്തം കൊണ്ട് എന്റെ ശരീരത്ത് കുത്തി നബിയേ. എനിക്കത് വല്ലാതെ വേദനിച്ചു നബിയേ. അങ്ങ് പറഞ്ഞാ മതിയായിരുന്നു, അങ്ങയുടെ കയ്യിലിരുന്ന കുന്തം കൊണ്ട് എന്റെ വയറ്റില് കുത്തി നബിയേ. എനിക്കിന്ന് പകരം വീട്ടണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, സഹാബാക്കൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാ, എത്ര വേണമെങ്കിലും നീ എന്നെ തല്ലിയോ, എത്ര വേണമെങ്കിലും നീ എന്നെ ഉപദ്രവിച്ചോ, പക്ഷേ അള്ളാന്റെ റസൂലിനെ ഒന്നും ചെയ്യല്ലോ. പ്രവാചകൻ പറഞ്ഞു മിണ്ടാതെ ഇരിക്കാൻ. അള്ളാന്റെ റസൂലിനോട് ആ സഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങനെ കുത്തിയ അതേ കമ്പ് കൊണ്ട് തന്നെ എനിക്കും കുത്തണം നബിയേ. അങ്ങ് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ കൊണ്ടുപോകുന്ന ആ കുന്തമുണ്ടല്ലോ, അതേ കമ്പ് കൊണ്ട് എനിക്ക് കുത്തണം നബിയേ. അള്ളാന്റെ റസൂൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവ രണ്ട് ചെറിയ മക്കളാട്. അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഉമ്മയോട് പറയണം, വാപ്പ യുദ്ധത്തിന് പോകുമ്പോ കൊണ്ടുപോകുന്ന കമ്പെടുത്ത് തരാറ്. എന്റെ പ്രിയമുള്ളവരെ, ഹസൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും വീട്ടിലേക്ക് ചെന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടെ നിന്ന് പറയുന്ന, ഉമ്മ അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധത്തിന് പോകുമ്പോ കൊണ്ടുപോകുന്ന കുന്തമെടുത്ത് തരാ പറയുമ്പോ ഫാത്തിമ ബീബി ചോദിച്ചു, എന്തിനാ മക്കള്, ഇപ്പോൾ യുദ്ധമില്ലല്ലോ, പിന്നെ എന്തിനാണ് കുന്തം കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് ഹസൻ ഹുസൈൻ തങ്ങൾ പറയുന്ന, ഉമ്മ അള്ളാന്റെ റസൂലിനോട് പകരം വീട്ടാരോ, അള്ളാന്റെ റസൂലിനോട് പകരം വീട്ടാരോ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാണ്, അവസാനം കമ്പ് കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിൽ കൊടുത്തു. അള്ളാന്റെ റസൂൽ ആ സഹാബിയുടെ കയ്യിൽ കൊടുത്തു. ആ സമയത്ത് ആ സഹാബി പറയുന്നു, നബിയേ അങ്ങന്റെ ശരീരത്തിൽ കുത്തുമ്പോ എന്റെ ശരീരത്ത് വസ്ത്രമില്ലായിരുന്നു നബിയേ.
അങ്ങന്റെ ശരീരത്തിലേക്ക് ഈ കമ്പ് കൊണ്ട് കുത്തുന്ന സമയത്ത് എന്റെ ശരീരത്ത് വസ്ത്രമില്ലായിരുന്നു. അതുകൊണ്ട് നബിയെ അങ്ങും വസ്ത്രമൂരണം നബിയെ. അള്ളാന്റെ റസൂലിനോട് പറയുകയാ വസ്ത്രമൂരാൻ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കമീസ് അങ്ങോട്ട് ഉയർത്തുകയാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ കാര്യം ഏതെന്നറിയുമോ? പരസ്പരം പൊരുത്തം ചോദിക്കട്. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന മനുഷ്യ വാസിയും വൈരാഗ്യവും എല്ലാം കളഞ്ഞിട്ട് പരസ്പരം പൊരുത്തം ചോദിച്ചിട്ട് അക്കടപാടുകൾ മുഴുവനും തീർത്തിട്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സബാദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കമീസ് അങ്ങോട്ട് ഉയർത്തേണ്ട താമസമുണ്ടല്ലോ, തന്റെ കയ്യിലിരിക്കുന്ന കമ്പെടുത്ത് മാറ്റിയിട്ടിട്ട് ഓടിച്ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയോട് ഞാൻ പ്രതികാരം ചെയ്യുകയോ, അങ്ങയോട് ഞാൻ പ്രതികാരം ചെയ്യുകയോ ഒരിക്കലും ചെയ്യില്ല നബിയേ. പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ ശരീരം ഒരു മനുഷ്യന്റെ ശരീരത്തോട് ചേർന്ന് കഴിഞ്ഞാ നരകത്തിന്റെ തീക്ക് ആ ശരീരം ഹറാമാണല്ലോ നബിയേ. എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്ന് മഹാനായ സബാദ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു ചെന്നു. 9 ഭാര്യമാരെ വിളിച്ചു, എല്ലാവരോടും പൊരുത്തം ചോദിച്ചു. എല്ലാവരോടും ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പ്രവാചകന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എനിക്ക് ആയിഷയുടെ വീട്ടിൽ കഴിയണം, എനിക്ക് ആയിഷ ബീവിയുടെ വീട്ടിൽ കിടന്ന് വഫാത്താകണം. എല്ലാവരും സമ്മതിക്കുകയാണ്, എല്ലാവരും സമ്മതിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹുവിന്റെ റസൂലിന് രോഗം കൂടുകയാ. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ രോഗം പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് ബോധം തിരിച്ചു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ആയിഷ, ഒന്നടുത്തേക്ക് വരുവോ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടി ചെല്ലുകയാണ്. അവിടുന്ന് പറയുന്നു, ആയിഷ, ഇന്ന സ്ഥലത്ത് 7 ദിർഹം ഇരിപ്പുണ്ട് ആയിഷ, ഇന്ന സ്ഥലത്ത് 7 ദിർഹം ഇരിപ്പുണ്ടെന്ന് എടുത്തു കൊണ്ടുവരുവോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ 7 ദിർഹം എടുത്തു കൊണ്ടുവന്നു. 7 ദിർഹം എടുത്തു കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാനങ്ങ് മരിച്ചു പോകുന്നതെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ ആയിഷ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇത് പെട്ടെന്നൊന്ന് കൊണ്ടുപോയി സദഖ കൊടുക്കുമോ, ഇത് പെട്ടെന്നൊന്ന് കൊണ്ടുപോയി സദഖ കൊടുക്കുമോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ 7 ദിർഹം കൊണ്ട് വീടിനകത്ത് നിന്ന് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് സദഖ കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12 സുബ്ഹി നമസ്കാരത്തിന്റെ സമയമായി. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ, ഇട്ടിരിക്കുന്ന കർട്ടനൊന്ന് മാറ്റുവോ ആയിഷ, കർട്ടനൊന്ന് മാറ്റുവോ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അതാ കർട്ടൻ ഇങ്ങനെ മാറ്റുകയാ. സഹാബത്ത് മുഴുവനും പള്ളിക്കകത്തിരുന്ന് സുബ്ഹി നമസ്കരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ എല്ലാ സഹാബത്തിനെയും നോക്കുകയാണ്. അത്തഹിയ്യാത്തിലിരിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, അതാ ആയിഷ ബീവിയോട് പറഞ്ഞു, കർട്ടൻ അങ്ങ് തിരിച്ചിടാറ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കിടക്കുമ്പോ എല്ലാവരോടും യാത്ര പടിഞ്ഞു കഴിഞ്ഞു, എല്ലാവരോടും പൊരുത്തം ചോദിച്ചു കഴിഞ്ഞു. ആ സമയത്ത് മഹ്ദി ഫാത്തിമ
അള്ളാന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് ഓടി വരികയാണ്. ആ കാഴ്ച കാണുമ്പോ പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് വന്നിരുന്ന് കരയുകയാണ്. വാപ്പയുടെ ചാരത്തിരുന്ന് പൊന്നുമോള് കരയുമ്പോ അള്ളാന്റെ റസൂല് ഫാത്തിമ ബീബി അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് വലത് ചെവിയിൽ അള്ളാന്റെ റസൂൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു. ഫാത്തിമ, എല്ലാ റമളാനിലും ഒരു പ്രാവശ്യം ജിബ്രീൽ എന്റെ അടുക്കൽ വരാറുണ്ട്. പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഞാൻ ഓതി കേൾപ്പിക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം 2 പ്രാവശ്യം ജിബ്രീൽ എന്റെ അടുക്കൽ വന്നു. ഫാത്തിമ, വാപ്പയുടെ മരണം അടുത്തെന്ന് തോന്നുന്നു. ഫാത്തിമ, അള്ളാന്റെ റസൂല് പറയേണ്ട താമസം ഫാത്തിമ വല്ലാതെ കരയുകയോ. വാപ്പയുടെ മരണം അടുത്തു എന്ന് പ്രവാചകന് പറയേണ്ട താമസം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് അള്ളാന്റെ റസൂല് പിന്നെയും അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ടൊരു രഹസ്യം പറഞ്ഞു കൊടുത്തു. മോളെ ഫാത്തിമ, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവരെ, ഞാൻ പോയാൽ പിന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരിക്കുന്നതാരാ? അള്ളാന്റെ റസൂല് പടച്ചവനോട് ചോദിച്ചു, റബ്ബേ, ഞാൻ പോയാ എനിക്ക് ശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് വഫാത്താകുന്നതാരാ? ഫാത്തിമ ബീവിയോട് ലോകത്തിന്റെ നേതാവ് പറയുന്നു, മോളെ ഫാത്തിമ, അല്ലാഹു നിന്റെ പേരാ പറഞ്ഞത്. ഫാത്തിമ വല്ലാതെ ചിരിക്കുകയോ. ഫാത്തിമ ബീവി വല്ലാതെ ചിരിക്കുകയോ. എന്റെ പ്രിയമുള്ളവരെ, രോഗം പിടിച്ചിട്ട് അല്ലാന്റെ റസൂല് കിടക്കുകയാണ്. ആയിഷ ബീവിയും ഫാത്തിമ ബീവിയും രണ്ടുപേരും പ്രവാചകന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. പെട്ടെന്ന് പ്രവാചകന് രോഗം കൂടി. അല്ലാന്റെ റസൂല് ബോധമില്ലാതെ കിടക്കുകയാ. ആ സമയത്തതാ വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ, വാതിലൊന്ന് തുറക്കുവോ. ആരോ വീടിന്റെ കവാടത്തിൽ വന്ന് സലാം പറയുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, എന്റെ വാപ്പയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല, രോഗിയായി കിടക്കുകയാണ്. നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? ഫാത്തിമ ബീബി വിളിച്ചു പറയുകയാണ്. കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും അതേ മനുഷ്യൻ തന്നെ സലാം പറയുകയാണ്. അപ്പോഴും ഫാത്തിമ ബീബി ഇതുപോലെ വിളിച്ചു പറയുകയാ. കുറെ സമയം കഴിഞ്ഞു. മൂന്നാമതൊരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ, വന്ന് വാതിൽ തുറക്കുവോ? അല്ലാഹുവിന്റെ റസൂല് അവിടെ നിന്ന് പറയുന്നു, മോളെ ഫാത്തിമ. ആരാ ഫാത്തിമ? സലാം പറയുന്നത് ആരാ? ഫാത്തിമ. ഒന്ന് നോക്ക് ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവരെ വീടിന്റെ കവാടത്തിന്റെ ഭാഗത്തുകൂടെ നോക്കിയിട്ട് അവിടെ നിന്ന് പറയുന്നു, ഉപ്പാ, കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ. ഈ മനുഷ്യൻ ഈ നാട്ടുകാരനല്ല. ഇന്ന് വരെ ഞങ്ങളാരും ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വാതിൽ തുറക്ക് ഫാത്തിമ. ആരാ കടന്നു വന്നത്? മലക്കുൽ മൗത്ത് അസ്റായീൽ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാൻ വരുന്ന അസ്റായിലിനെ കണ്ടിട്ട് സ്വർഗ്ഗത്തിന്റെ റാണിയായ ഫാത്തിമ ബീവി പോലും പേടിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നതെങ്കിൽ വരുമല്ലോ ചെറുപ്പക്കാരാ, കാണണ്ടവനല്ലേ ഉപ്പാ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, വരുമോളെ, ഇന്നത്തെ രാത്രിയാണോ എന്നറിയില്ലല്ലോ. ഇന്ന് 5 പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇന്ന് 5 പ്രാവശ്യം വന്നിട്ട് നിന്റെ മരണസമയത്തെ കുറിച്ച്, നിന്റെ മരണത്തെ കുറിച്ച്
ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പൊന്നുമോള് എങ്ങനെയാ വരുന്നതെന്ന് ചിന്തിച്ചു നോക്കടേ. അല്ലാഹുവിന്റെ റസൂല് അവിടെന്ന് ചോദിച്ചു, അസ്റായീൽ എന്നെ കാണാൻ വന്നതാണോ? അസ്റായീൽ യാ റസൂലല്ലാഹ് അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാൻ വന്നതാ നബിയേ. അള്ളാന്റെ റസൂലിനോട് പറയുകയാണ്, റൂഹ് പിടിക്കാൻ വന്നതാ നബിയേ, റൂഹ് പിടിക്കാൻ വന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്റായീലേ എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട് അസ്റായീൽ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്റായീൽ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ് ഞാൻ ഇറങ്ങി വരുമ്പോ ഒന്നാം ആകാശത്തിൽ നിന്ന് കരയുന്നത് ഞാൻ കണ്ടു നബിയേ. വിളിച്ചു കൊണ്ടുവരാ പറയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു കൊണ്ടുവരികയോ. അള്ളാന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലേ എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഈ പിരിയുന്ന സമയത്ത്, ഈ യാത്ര പറയുന്ന സമയത്ത് ഈ കൂട്ടുകാരനെ യാത്രയാക്കാൻ നീ എന്തേ വരാത്തത്? കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഈ കിടപ്പ് കാണാ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എനിക്ക് സന്തോഷത്തോടെ പോകണം ജിബ്രീൽ, എനിക്ക് സമാധാനത്തോടെ പോകണം ജിബ്രീൽ. എന്റെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ ജിബ്രീൽ? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, നബിയേ അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് നബിയേ. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, അവരുടെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് മുമ്പ്, അവരുടെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് ഒരു സെക്കൻഡ് മുമ്പെങ്ങാട് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് അവൻ അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്താ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും നബിയേ. പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷവാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അസ്റായീലേ റൂഹ് പിടിച്ചോ, അസ്റായീലേ റൂഹ് പിടിച്ചോ. മലക്കുൽ മൗത്ത് കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. വേദന സഹിക്കുന്നില്ല. അള്ളാന്റെ റസൂല് എഴുന്നേക്കുന്നുണ്ട്, പിന്നെയും കിടക്കുന്നുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. അവസാനം അള്ളാന്റെ റസൂല് അവിടെ നിന്ന് പറയുന്നു, യാ അസ്റായീൽ, അസ്റായീലേ വല്ലാതെ വേദനിക്കുന്നു അസ്റായീലേ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അസ്റായീലേ, ഒന്ന് പതുക്കെ പിടിക്കുവോ, ഒന്ന് പതുക്കെ പിടിക്കുവോ. അസ്റായീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ നബിയേ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും ഞാൻ എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് നബിയേ. പക്ഷേ ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോഴും എന്റെ കൈ വിറച്ചിട്ടില്ല. യാ റസൂലല്ലാഹ് ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ, ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇതിനെക്കാളും മയമായിട്ട് റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എഴുന്നേക്കുന്നുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ പിടിച്ച് തന്റെ മടിയിൽ കിടത്തിയിട്ട് വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് പ്രവാചകന്റെ വിയർക്കുന്ന മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. വല്ലാത്ത വേദനയാ, വല്ലാത്ത വേദനയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല തന്റെ ഭർത്താവിനെ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് വേദന സഹിക്കാൻ കഴിയാതെ കിടക്കുന്ന പ്രവാചകൻ തന്റെ ഭാര്യയോട് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ,
മരണത്തിന് വല്ലാത്ത വേദനയായിഷോ, മരണത്തിന് വല്ലാത്ത വേദനയായിഷോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നീ പറയാറുണ്ട് മരണവേദനയുടെ വേദനയും നൊന്താണ് മക്കളെ പ്രസവിച്ചതെന്ന്. പ്രസവത്തിന് ഇത്ര വേദനയുണ്ടെങ്കിൽ മരണത്തിന്റെ വേദനയൊന്ന് ചിന്തിക്കു പെങ്ങളെ. കുളിപ്പിക്കുന്നവർക്കറിയാ, ചിലര് മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ചിലരൊക്കെ മരിച്ചു പോകാറുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കയ്യും കാലും ഇട്ടടിക്കണമെന്ന് വിചാരിച്ചാലും നടക്കൂല. കാരണം അടുത്ത് കിടക്കുന്നവൻ പോലും അറിയില്ല ഈ മനുഷ്യന് മരിക്കുകയാണെന്ന്. കാരണം എന്തെന്നറിയുവോ? 500 മലക്കുകൾ ഇറങ്ങി വരികയോ. റൂഹ് പിടിക്കാൻ വരുന്നത് അസ്റായിൽ മാത്രമല്ല, 500 മലക്കുകൾ കൂടെ വരികയാണ്. 280 മലക്കുകൾ ഒരു ഭാഗത്ത്, 280 മലക്കുകൾ മറുഭാഗത്ത്. അല്ലാഹുവേ, നമ്മുടെ കയ്യും കാലും ഇങ്ങനെ പിടിച്ചു വെച്ചു കൊടുക്കുകയാ റബ്ബേ. 500 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ മരണത്തിന്റെ വേദന എത്ര വലുതാണെന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് അവിടെന്ന് പറയുന്നു, ആയിഷ റബ്ബിനോട് ദുആ ചെയ്യടേ ആയിഷ, മരണവേദന കുറച്ചു തരോ റബ്ബിനോട് നീയൊന്ന് ദുആ ചെയ്യടേ ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ എഴുന്നേറ്റു ആയിഷ ബീവിയുടെ മാറിടത്തിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ തോളിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാ. വീട്ടിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയോ, ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയോ. ആയിഷ ബീവിക്ക് കാര്യം മനസ്സിലായി. ആ സഹാബിയുടെ കയ്യിലൊരു മിസ്വാക്ക് ഇരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടെന്ന് ആ 18 വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് മനസ്സിലാവുകയോ. എന്റെ പ്രിയമുള്ളവരെ, 60 വയസ്സായ നമ്മുടെ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ നോട്ടം എന്താണെന്ന് തിരിച്ചറിയില്ല, ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ എന്താണെന്നറിയാത്ത ഭാര്യമാരുണ്ടല്ലോ. 18 വയസ്സുള്ള ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്ക് വാങ്ങിയിട്ട് റസൂലുള്ളാഹിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. പ്രവാചകന്റെ കൈ ചലിക്കുന്നില്ല. മരണവേദന കാരണം സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കൈ അനക്കാതെ ഇരിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്കെടുത്ത് തന്റെ പല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ചവയ്ക്കുകയാണ്. പല്ല് കൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട്, പടച്ച റബ്ബേ, ഉമ്മ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ, ഉമ്മ തന്റെ കുഞ്ഞിന്റെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പല്ല് തേച്ച് കൊടുക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ മാറിടത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് തന്റെ ചോളിൽ ഇങ്ങനെ, തന്റെ തോളിൽ ഇങ്ങനെ ചാരിയിരുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന് മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതാ റൂഹ് പിടിച്ച് അരയുടെ ഭാഗം കഴിഞ്ഞു, അരയുടെ ഭാഗം കഴിഞ്ഞു. ആ സമയത്താണ് വീടിന്റെ കവാടത്തിൽ ഒരു സഹാബി കടന്നു വരുന്നത്. മഹാനായ ഉസാമ, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാണ് ഉസാമ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തുമകനാണ്. വീടിനകത്തേക്ക് കടന്നു വരികയോ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പൊന്നുമോനെ നോക്കി, ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കി. റസൂലുള്ളാഹിന്റെ കൈയങ്ങ് ചലിക്കുകയോ. 2 കൈയും ഇങ്ങനെ ചെറുതായിട്ട് ഉയർത്തുകയാണ്. എന്നിട്ടിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു, ഉസാമ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യൂ ഉസാമ. പടച്ചവൻ എന്റെ മരണവേദന കുറച്ചു തരാ. അല്ലാഹു എന്നോട് മരണസമയത്ത് കരുണ കാണിക്കാ. ഒന്ന് ദുആ ചെയ്യൂ ഉസാമ.
എന്നല്ലാന്റെ റസൂൽ തന്റെ ആ കൈ കൊണ്ട് അങ്ങിങ്ങാടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ നമ്മുടെ മരണം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കെടുത്താ മതി. ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ സദസ്സിലിരിക്കുന്ന സമയം വരെ എത്ര പാപം ചെയ്തവരാ. കണ്ണുകൊണ്ട് കണ്ടത് പാപമല്ലേ, ചെവി കൊണ്ട് കേട്ടത് പാപമല്ലേ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമല്ലേ, കൈ കൊണ്ട് പിടിച്ചത് പാപമല്ലേ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കല്ലേ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലെ പാപമല്ലേ. ഇന്ന് എത്രയോ വഖത്ത് നമസ്കാരം കളിയാക്കിയവരോ. ഈ വെള്ളിയാഴ്ച രാവായിട്ട് പോലെ പരിശുദ്ധമായ ഖുർആനും ഓതാത്തവരുണ്ടല്ലോ. പടച്ചവരെ, ഇന്ന് രാത്രി എങ്ങാടമാണ് നമ്മുടെ മരണമെങ്കിൽ അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലോ. പടച്ചറപ്പേ, ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണേ അല്ലോ. മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കുന്നവരെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പടച്ചവരെ, മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ പറഞ്ഞിട്ട് ശരീരം വിയർത്തുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് ഒരു ഷഹീദനെ പോലെ മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, 500 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു കൊടുക്കണമെങ്കിൽ, 500 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ, പോത്തിനെ അറക്കുന്നൊക്കെ അല്ലേ കാലും കയ്യും കെട്ടിയിട്ട് അതുപോലെ ഇട്ടടിക്കും. 100 മലക്കുകൾ നമ്മുടെ, അതുകൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് കാണാൻ മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചു പോകുന്നത്. അല്ലാഹു അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് നല്ല മരണത്തിന് വേണ്ടി പരിശ്രമിക്കൂ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം ഒരുപാടായി ഇൻഷാ അല്ലാ. ഞാൻ പറഞ്ഞ സമയം 10:30 നിർത്താമെന്ന് പറഞ്ഞപ്പോൾ 10:45 ഇൻഷാ അല്ലാ. നിർത്താം. ദുആ ചെയ്യാം. ദുആ ചെയ്തൂടെ? നിങ്ങളൊരു 10 മിനിറ്റും കൂടെ ഇരിക്കുമെങ്കിൽ നല്ല മരണം കിട്ടാൻ, നല്ല മരണം ആർക്കെങ്കിലും കിട്ടണമെങ്കിൽ 3 കാര്യം ചെയ്താൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി 10 മിനിറ്റ് ഇരിക്കുമെങ്കിൽ ഞാൻ പറയില്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം? ആദ്യം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഇതിലെ ഗർഭിണി പെണ്ണുങ്ങൾ ഇപ്പം പ്രസവിക്കും, അങ്ങനത്തെ അവസ്ഥയിലിരിക്കണം. എനിക്കാണെങ്കിൽ 2 ചെവിയും കേൾക്കണില്ല, ഈ ചെവി അടഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് പറഞ്ഞ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹു ഈ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഇന്നത്തെ മജ്ലിസും ഇന്നത്തെ ദുആയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 കാര്യം പറഞ്ഞു തരാം. ചെയ്താൽ അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഉറക്കമൊന്ന് പറഞ്ഞേ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നാട്ടുകാരെവിടെ പോയാലുണ്ട്. നിങ്ങളുടെ നാട്ടുകാർ, ഇന്നലെ ഞാൻ സുൽത്താൻ ബത്തേരി വയലിന് പോയപ്പോൾ ഈ നാട്ടിലുള്ള കുറേ ചെറുപ്പക്കാർ അവിടെ മെത്തക്കച്ചവടം ഉസ്താദ് ദുആ ചെയ്യണം, അവിടെയുണ്ട് എല്ലായിടത്തും ഉണ്ട് നിങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവരുടെയും ജീവിത മാർഗത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇരിക്കും. അവിടെ ആണെങ്കിൽ ജനറേറ്റർ, ഇവിടെ ആണെങ്കിൽ ഈ സാധനം, രണ്ടും കൂടെ ആയപ്പോൾ 2 ചെവി അടഞ്ഞ്. നിങ്ങൾ പറയണമെന്ന് എനിക്ക് കേൾക്കണില്ല. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് പിരിവില്ലേപ്പാ? സംഘാടകരാരുമില്ലേ? ബക്കറ്റ് പിരിവുണ്ടോ? വാടാനിയ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒറ്റ സൂറത്ത് ഓതിയിട്ട് പിരിയാം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഓതിയാ കിട്ടുന്ന പ്രതിഫലം 50 കൊല്ലത്തെ പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഓതിക്കൂടെ? നിയ്യത്ത് ചെയ്യുന്നവരുന്ന് കൈവക്കിക്കും. 50 കൊല്ലം പിരിവൊന്നും ഇല്ലേടാ. ഇനിയ പിരിവുണ്ടോ? ഈ ഒറ്റ ചോദ്യം ചോദിച്ചാൽ പോരായിരുന്നു. 50 കൊല്ലത്തെ പാപം പൊറുക്കണ സൂറത്ത് ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ? 2ാമത്തെ പ്രതിഫലം
രണ്ടാമത്തെ പ്രതിഫലം ബക്കറ്റ് എടുത്തോ ഇൻഷാ അല്ലാഹ്. ഉണ്ടോ ഇപ്പൊ? സംഘാടകർ ബക്കറ്റുമായിട്ട് എനിക്ക് നിൽക്കട്ടെ അല്ലേ ഹബീബേ, ഒന്ന് സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാണ്. കയ്യിലുള്ളതിലൊരു നല്ലത്, 10ന്റെ നോട്ടല്ല, ഉള്ളത് ഈ നല്ലതെടുത്തോ. ജീവിതത്തിന്റെ അവസാനത്തെ രാത്രിയ ഒരു നല്ല കാര്യം ചെയ്തിട്ട് വെക്കും. നാളെ പൈസ കൊടുക്കാൻ നിങ്ങളാരും ഇല്ല. ജീവിതത്തിന്റെ അവസാന രാത്രി, വെള്ളിയാഴ്ച രാവ്, ഒരു നല്ല കാര്യം. അള്ളാഹുവേ, എനിക്ക് നീ നല്ല മരണം തരണം. വേറൊന്നുമില്ല, എന്റെ മരണവേദന നീ കുറച്ചു തരണം. മരിക്കുന്ന സമയത്ത് ഈ സദക്കയുടെ പ്രതിഫലമായ സ്വർഗം കണ്ട് മരിക്കണം എന്ന ഒരൊറ്റ നിയ്യത്തോടെ ഒരു നല്ല സദക്ക അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു ആരെല്ലാം ഒരു നല്ല സദക്ക കൊടുക്കുന്നു അവർക്ക് നീ നല്ല മരണം കൊടുക്കണേ റഹ്മാനെ, നല്ല മരണം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പൈസ ഇട്ട് എല്ലാവരും ഇട്ടോ ഇൻഷാ അല്ലാഹ്. ഒരാളും വിടരുത്. ചില്ലറയെങ്കിൽ ചില്ലറ ഉള്ളത് വാരി ഇട്ടോ. ഉള്ളതങ്ങ് ഇട്ടാര്. വീട്ടിൽ വണ്ടിക്കൂലിക്കില്ലെങ്കിൽ നടന്നു പോക്കോ. ഒരു സൂറത്ത് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഓതൂല്ലേ? പ്രതിഫലം കേട്ടിട്ട് തീരുമാനിക്കൂ ഓതണോ വേണ്ടയോ. പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. ഒന്ന്, 50 കൊല്ലത്തെ പാപം പുറത്തു തരുമെന്ന് നബിയുന റസൂലുള്ളാഹി. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഉണ്ടാ? ഒന്ന് കൈപൊക്കിക്കുക. കാണാനുള്ള ആഗ്രഹം ഉണ്ടോ? ധൈര്യമായിട്ട് പൊക്കിക്കുക. പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല. നീ പെണ്ണൊക്കെ എന്തിപ്പോ 10 പേര് താഴെയുള്ളൂ. 10 പേരിൽ താഴെയുള്ളൂ. ബാക്കി എല്ലാവർക്കും 50-ന് താഴെയാ. അൽഹംദുലില്ലാഹ്. ഓത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ പ്രതിഫലം, നീ മരിക്കാൻ കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആരും ഇല്ലെങ്കിൽ നീ പേടിക്കണ്ട, പറയാനുള്ള ഓർമ്മ നിനക്കുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ ഭാഗ്യന്തേ, മരിക്കാൻ കിടക്കുമ്പോ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് നീ പേടിക്കണ്ട, പറയാനുള്ള ഓർമ്മ നിനക്കുണ്ടാകും. മൂന്നാമത്തെ പ്രതിഫലം, നീ മരിച്ചു കിടക്ക, നിന്റെ ഏറ്റവും വലിയ ശത്രുവും വരും. നീ മരിച്ചു കിടക്കുമ്പോ നാട്ടുകാരൊക്കെ പോണില്ലേ, പോയില്ലെങ്കിൽ എന്തെങ്കിലും പറയൂല്ലോ. നിന്റെ മയ്യത്ത് കാണാൻ വരുമ്പോഴും വെളിയിൽ നിന്നോണ്ട് പറയും, കയ്യിലിരിപ്പോണ്ട് നേരത്തെ പോയതാണ്. അപ്പോഴും നിന്റെ ഇറച്ചിയതിനാണ്. മരിച്ചു കിടക്കുന്നവന്റെ വീടിന്റെ വെളിയിൽ ഇരിക്കുന്നിട്ടും അവനെ കുറിച്ച് പറയണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിച്ചു കിടക്കുന്ന നിന്റെ മയ്യത്ത് കണ്ടിട്ട്, നിന്റെ മുഖത്തെ ചിരി കണ്ടിട്ട് അവൻ പോലും ആഗ്രഹിക്കല്ല, എനിക്ക് ഇതുപോലൊരു മരണം, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. നിന്റെ മുഖത്ത് പുഞ്ചിരി അള്ളാഹു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നാലാമത്തെ പ്രതിഫലം, നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ നിയ്യത്ത് ചെയ്യുന്നവർ കൈവെക്ക്. ഒറ്റ സൂറത്തുൽ ബഖറ ഒന്നും അല്ല, പേടിക്കണ്ട. എല്ലാവർക്കും അറിയണ സൂറത്ത് 4 വരിയേ ഉള്ളൂ. 4 വരി. ഹബീബ നീ ഓതൂല്ലേ? മാഷാ അല്ലാഹ്. അവസാനം പറഞ്ഞു തരാം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല മരണം കിട്ടണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 വഖത്ത് നമസ്കാരം കൃത്യമായി നിസ്കരിച്ച അള്ളാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹു നല്ല മരണം തരും. 5 നേരം പള്ളിയിൽ പോയാൽ മതി. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിച്ച നീ പേടിക്കണ്ട, അള്ളാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഇന്ന് മുതൽ മരിക്കുവോളം, ഓർമ്മയുള്ള കാലത്തോളം അള്ളാഹു ജമാഅത്തായി നിസ്കരിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒതുവെടുത്ത് അവസാനത്തെ വഖത്തും ജമാഅത്തായി നിസ്കരിച്ചിട്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിസ്കരിച്ചുകൂടെ? ഉറക്കെ പറ ഇൻഷാ അല്ലാഹ്. 2 അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. അസ്റായിൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, മൻ സല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ, ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും അങ്ങയുടെ പേരിൽ മുടങ്ങാതെ 10 സ്വലാത്ത് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരെങ്കിലും മുടങ്ങാതെ എല്ലാ ദിവസവും 10 സ്വലാത്ത് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്,
അന അഖ്ബിദു റൂഹഹു കമാ അഖ്ബിദുൽ അർവാഹുൽ അംബിയാ. അംബിയാക്കന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ, ഔലിയാക്കന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ ഞാൻ റൂഹ് പിടിക്കും നബിയേ. അതുകൊണ്ടൊരു നല്ല മരണം വേണമെങ്കിൽ, അള്ളാഹു നിന്റെ മരണവേദന കുറച്ചു തരണമെങ്കിൽ, എണ്ണയ്ക്കകത്ത് നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ റൂഹ് പിടിക്കാൻ ആഗ്രഹമുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ 10 സ്വലാത്ത് മുടങ്ങാതെ പറഞ്ഞ അള്ളാഹു നിന്റെ മരണവേദന കുറച്ചു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും ഓതണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും എല്ലാ ദിവസവും ഓതണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? 50 കൊല്ലത്തെ പാവം പൊറുക്കണ സൂറത്ത് പറഞ്ഞു തരാം. എല്ലാവരും നേരെ ഇരുന്ന് ബിസ്മില്ലാ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓത് മനുഷ്യന്മാരെ. 50 കൊല്ലം ചെയ്ത പാപം പൊറുക്കണ സൂറത്ത് ഓതുമ്പോൾ ആ ഒരു ഇഖ്ലാസ് കണ്ടില്ലേ? ചെയ്തതൊന്ന് ആലോചിച്ച് നോക്കിയേ. അവനവൻ ചെയ്ത തെറ്റുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഈ ചെയ്തു കൂട്ടിയത് മുഴുവനും ഒറ്റ സൂറത്ത് ഓതുമ്പോൾ അള്ളാഹു പുറത്തു തരണമെങ്കിൽ അതിൻ്റെതായ ഒരു ഈമാനോട് കൂടി ഓത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്ത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഖുൽ ഹുവല്ലാഹു ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും ഓതാൻ അറിയാം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ മരിക്കോളം ഓതണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ നമ്മുടെ ഇരുത്തവും ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം അല്ലാഹു മീസാൻ എന്ന ത്രാസിൽ ഭാരമുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. മകളുടെ വിവാഹം നടക്കുവാനും വീടിന്റെ